പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സകലതും നന്മയ്ക്കായി തീർക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നാം വായിച്ചു കേട്ട കുറിവാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് ജീവൻ തന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ കർത്താവ് ഇത്ര വലിയ വില തന്ന് നമ്മെ സ്നേഹിക്കുമ്പോൾ നാം അവനെ പകരം സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരു പദം കൂടെ ഒന്ന് വിളിച്ചു പറയുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വലിയ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു ഭക്തൻ തിരിച്ചറിയണം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടമാകുമെന്നും എല്ലാം തീരുമെന്നൊക്കെ പറയുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് പറ്റി നിൽക്കുന്നവനെ ദൈവം വിടുവിക്കും. ദൈവത്തെ സ്നേഹിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നവരോട് ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വന്ന ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈ കഥ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും ഒരു മകനും ജീവിച്ചിരുന്നു. അവർക്ക് അല്പസ്ഥലമുണ്ട് കൃഷി ചെയ്യാനായിട്ട്, അതേപോലെ ഒരു കുതിരയുമുണ്ട്. ആ കൃഷിക്കാരനും മകനും വലിയ ദൈവവിശ്വാസികളായിരുന്നു. അവർ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്നാണ് ആ പട്ടണത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം രാവിലെ തൻ്റെ കുതിരയ്ക്കുള്ള തീറ്റയും വെള്ളവും കൊടുത്ത ശേഷം ആ കുതിര അല്പസമയം കഴിഞ്ഞപ്പോൾ അവരെ വിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോയി. അത് കേട്ട നാട്ടുകാരും അടുത്തുള്ള അയൽക്കാരും എല്ലാം ഇവരെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, വലിയ നിർഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചത്, വലിയ കഷ്ടമാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടമായി പോയല്ലോ, സകലതും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടം സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ സ്നേഹിച്ച കൃഷിക്കാരൻ ആ നാട്ടുകാരോടും അയൽക്കാരോടും ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇത് വലിയ നിർഭാഗ്യമാണെന്ന്, ഇത് വലിയ കഷ്ടമാണെന്ന്? ആ നിലകളിൽ ഇത് ആ കൃഷിക്കാരൻ പറഞ്ഞതോടെ വന്നവരെല്ലാം തിരിച്ചുപോയി. എന്നാൽ നിങ്ങൾക്കറിയാമോ, അടുത്ത ദിവസം ഉച്ചസമയമായപ്പോൾ കൃഷിക്കാരൻ ആ വെള്ളവും തീറ്റയും എടുത്തു വയ്ക്കുന്ന സമയമായപ്പോൾ താൻ തലപൊക്കി നോക്കുന്ന സമയത്ത് തൻ്റെ കുതിര മാത്രമല്ല, കാട്ടിൽ നിന്ന് 12 കുതിരകളൂടെ തൻ്റെ കുതിരയോടൊപ്പം ചേർന്ന് വന്നിരിക്കുകയാണ്. ഇത് കണ്ട കൃഷിക്കാരനും മകനും വേഗത്തിൽ
ആ കുതിരകളെയും കൂടെ സുരക്ഷിതമാക്കി വേലിവളപ്പിലാക്കി ഹല്ലേലൂയ അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. ഇത് കേട്ട നാട്ടുകാരും അയൽക്കാരും എല്ലാം ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് വലിയ ആശ്ചര്യമാണ്, ഇത് വലിയ സന്തോഷകരമായ കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. ആ സമയത്തും ഈ കൃഷിക്കാരൻ ദൈവവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇത് വലിയ അത്ഭുതമാണെന്ന്, ഇത് വലിയ അനുഗ്രഹമാണെന്ന്? ഇത് പറഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരും അത് കേട്ടിട്ട് ഒന്നും പറയാതെ തിരിച്ചുപോയി. എന്നെ കേൾക്കുന്നവരെ, മനുഷ്യനെ നിങ്ങൾ നോക്കിയാൽ മനുഷ്യൻ നമ്മുടെ സങ്കടത്തിൽ നമ്മളെ വീണ്ടും ദുഃഖിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ സന്തോഷത്തിൽ വീണ്ടും നമ്മോട് സന്തോഷിക്കുന്നത് കാണാൻ പറ്റും. മനുഷ്യൻ്റെ വാക്കുകൾ നിങ്ങൾ ജീവിക്കരുത്. ഒരിക്കലും വാക്കുമാറാത്ത ദൈവത്തെ നിങ്ങൾ കാണണം. ഏത് സാഹചര്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും വാക്കുമാറാത്ത ഒരുവരുണ്ട് ഈ ലോകത്തിൽ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ഞാനും നിങ്ങളും സേവിക്കുന്ന, ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ എല്ലാ അനുഭവത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. നിങ്ങൾക്കറിയാമോ, ഈ കാട്ടിൽ നിന്ന് വന്ന കുതിരകളെ മെരുക്കുവാൻ ഇവർക്ക് ഉപയോഗമുള്ളതാക്കി തീർക്കേണ്ടതിന് വേണ്ടി തൻ്റെ മകൻ ഒരു കുതിരയുടെ പുറത്ത് കയറി അതിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് താൻ ആ കുതിര പുറത്തുനിന്ന് താഴേക്ക് വീണ സമയത്ത് തൻ്റെ വലത് കാൽ ഒടിയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്നവരെ, നാട്ടുകാരും അയൽക്കാരും സ്വന്തക്കാരും എല്ലാം വന്ന് പറഞ്ഞു, ഇത് വലിയ കഷ്ടമാണ്, ഇത് വലിയ സങ്കടമാണ്. ഈ നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കാരും എല്ലാം വന്നിത് പറയുമ്പോൾ ഈ കൃഷിക്കാരൻ ഇവർ പറയാൻ വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ആരാണ് ഈ നിർഭാഗ്യമെന്നും സങ്കടമെന്നൊക്കെ പറഞ്ഞത്? വീണ്ടും കൃഷിക്കാരൻ അവരോടിത് പറഞ്ഞതോടെ നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കാരും ഒക്കെ ഒന്നും പറയാതെ തിരിച്ചുപോയി. നിങ്ങൾക്കറിയാമോ, ഇതാ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലൊടിഞ്ഞ് കിടക്കുന്ന തൻ്റെ മകനുണ്ട്. ആ മകനെയും സൂക്ഷിച്ച് ആ കുതിരകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഇതാ കൃഷിക്കാരൻ മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ രാജ്യവും അയൽ രാജ്യവും തമ്മിൽ വലിയ യുദ്ധം നടക്കാൻ തുടങ്ങി. യുദ്ധത്തിനകത്ത് ആ രാജ്യത്തിൽ പട്ടാളക്കാർ കുറവായതുകൊണ്ട് ആ രാജ്യത്തിലുള്ള ചെറുപ്പക്കാരെയെല്ലാം പട്ടാളത്തിൽ ചേർക്കുവാനായിട്ട് വലിയ ആഹ്വാനം ഉണ്ടായി. ഇതാ ഈ കൃഷിക്കാരൻ്റെ മകൻ കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവനെ മാത്രം അതിലേക്ക് ക്ഷണിച്ചില്ല, അതിനവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ തള്ളിക്കളഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ രാജ്യം വലിയ യുദ്ധത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ പട്ടണത്തിലുള്ള അനേക ചെറുപ്പക്കാർ മരണപ്പെട്ടു, അനേകരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടു. വലിയ സങ്കടത്തിലേക്ക് ദേശം മുഴുവൻ മാറി. എന്നാൽ കൃഷിക്കാരനും മകനും ദൈവത്തെ സ്തുതിച്ചു. യുദ്ധം തീർന്നു കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിൽ താനും മകനും ദൈവത്തെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ ഇന്നലകളെ മാത്രമാണ് നമുക്കറിയാവുന്നത്. ഇന്നലകളുടെ പുസ്തകത്തിൻ്റെ ആ താളുകൾ തിരിച്ചു നോക്കിയാൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ഒരു പുസ്തകം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇനിയും ചില താളുകൾ മറിക്കാനുണ്ട്. അടുത്ത പേജുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില നന്മകൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില നന്മകളുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കുന്നവരാണ്. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. 139 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാടുകളിൽ ഒന്നുമില്ലാത്തപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കണ്ടു. അവൻ്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്. ബൈബിൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊന്നാണ്, അവൻ ആദ്യം മാത്രമല്ല അവൻ അന്ത്യനും കൂടിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇന്നലകളെ മാത്രം അറിയാവുന്നവരാ നിങ്ങളുടെ വിരോധികൾ, നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞവർ. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, നിങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ വിളിക്കുന്ന ദൈവം നിങ്ങളുടെ നാളുകളെ അറിയുന്നവനാണ്. അവന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയും. അവൻ്റെ പുസ്തകത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപ്തി നോട്ടീസ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെർമിനേഷൻ ലെറ്റർ നിങ്ങൾ നോക്കി ഭാരപ്പെടരുത്. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നന്മയ്ക്കായ ഒരു അടയാളം നിങ്ങൾ കാണും. അത്ഭുതകരമായൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മനുഷ്യൻ പറഞ്ഞതോ സാഹചര്യങ്ങളോ അല്ല ഞാൻ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഒരിക്കലും വാക്കുമാറാത്ത ദൈവത്തിൽ, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൻ എന്നെയും നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ ഇന്ന് നന്മയുടെ ഒരു അടയാളം വെളിപ്പെടും, നന്മയുടെ അത്ഭുതം ഞങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലുത് സംഭവിക്കട്ടെ, വലിയ വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ.
പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തിക്കായി നിങ്ങൾ വിളിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.